നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാണിക്കത്തറ പഞ്ചായത്തിലെ കാട്ടാന ശല്യം സംബന്ധിച്ച് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ മാണിക്കത്തറ പഞ്ചായത്ത് അധികൃതർ തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചർച്ച നടത്തി. സംസ്ഥാനത്തെ റേഷൻ കടകൾ ജൂൺ 8-നും 9-നും അടച്ചിട്ട് സമരം നടത്തുന്നു. UDF-ഉം LDF-ഉം തൃശൂർ മേയർ MK വർഗീസിനെ ഉന്തിയും തള്ളിയും BJP-യിലെത്തിക്കുവാൻ സാധ്യതയേറുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ BJP സ്ഥാനാർത്ഥിയാകും. ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി ജിജി ജോർജിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം. മന്ത്രി കെ രാജൻ അനുശോചിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മാണിക്കത്തറ പഞ്ചായത്തിലെ കാട്ടാന ശല്യം ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നിയമസഭയിൽ വനം മന്ത്രിയുടെ ഓഫീസിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നു. ശ്രീ ജയപ്രസാദ് IFS, ശ്രീ പ്രമോദ് കൃഷ്ണൻ IFS, ശ്രീ പുകഴേന്തി IFS എന്നിവരും പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാടക്കത്തറയുടെ നിവേദനവും ഇന്ന് നൽകി. നല്ല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, വാർഡ് മെമ്പർ ജെയ്മി ജോർജ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ റേഷൻ കടകൾ ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. വ്യാപാരികൾ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതോടെയാണ് റേഷൻ വിതരണം മുടങ്ങുന്നത്. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണം ചെയ്യുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, പൊതുവിതരണ മേഖലയോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികളുടെ സമരം. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികളുടെ സംഘടനയും അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ ജൂലൈ 8, 9 തീയതികളിൽ 48 മണിക്കൂർ രാപ്പകൽ സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുകയാണ്. നമ്മുടെ വിവിധമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഹരിക്കുക, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, KTPDS ആക്ടിലെ അപാധകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി നടപ്പിലാക്കുക, കോടതി വിധി നടപ്പിലാക്കി റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ എത്രയും വേഗം കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് മേയർ MK വർഗീസിനോട് രാജിവെക്കാൻ പരസ്യമായി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ CPIയുടെ പിന്തുണ മേയർക്ക് നഷ്ടപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മുന്നോട്ടു പോയിരുന്ന മേയറെ തൊഴുത് മനം മടുത്ത് സഹിക്കിട്ട് മുന്നോട്ടു പോയിരുന്ന CPI കൗൺസിലർമാർക്കും CPI ജില്ലാ നേതൃത്വത്തിനും വൈകിയാണെങ്കിലും വിവേകം വെച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. എന്നാൽ CPIയുടെ തീരുമാനത്തിന് പുല്ലുവില പോലും CPI ജില്ലാ നേതൃത്വം നൽകിയില്ലെന്നും LDF-ലെ മുഴുവൻ ഘടകകക്ഷികളും എതിർത്താലും CPM BJP മേയറെ ചേർത്ത് പിടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സുരേഷ് ഗോപി MP മുഖേന BJPക്ക് പരസ്യമായി പിന്തുണ നൽകുന്ന മേയർ MK വർഗീസിനെ ചുമക്കേണ്ട ഗതികേടാണ് സഖാക്കൾക്കുള്ളതെന്നും 3.5 വർഷം നടത്തിയ എല്ലാ അഴിമതികളുടെയും പങ്കുപറ്റിയ CPM ജില്ലാ നേതൃത്വത്തിനെ മേയറെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് കോൺഗ്രസിലേക്ക് തിരിച്ചുവരുമോ അതോ CPM-ൽ തുടരുമോ അല്ലെങ്കിൽ BJP-യിലേക്ക് ചുവടുമാറുമോ എന്ന ചിന്തയിലാണ് തൃശൂരിലെ രാഷ്ട്രീയ ലോകം.
മണ്ണുത്തി നെട്ടിശ്ശേരി ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുന്നതിനിടെ MK വർഗീസിനെ മാറ്റി കോൺഗ്രസ് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി. ഇതോടെ കൈപ്പത്തി ചിഹ്നം ഉപേക്ഷിച്ച് MK വർഗീസ് വിമതനായി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പരിവേഷത്തിൽ മത്സരിച്ചു. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം രഹസ്യമായും പരസ്യമായും MK വർഗീസിനു വേണ്ടി പ്രവർത്തിച്ചതോടെ ഇവിടെ ജയിച്ചു കയറിയ വർഗീസിന്റെ രാജയോഗം എന്ന് പറയട്ടെ. LDF UDF മുന്നണികൾക്ക് തുല്യ സീറ്റ് ലഭിച്ചതോടെ LDF മേയർ സ്ഥാനം നൽകി MK വർഗീസിനെ കൂടെ കൂട്ടി. അന്നു മുതൽ കോൺഗ്രസുകാരുടെ ഒന്നാം നമ്പർ എതിരാളി MK വർഗീസായി. അദ്ദേഹത്തെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുവാൻ കിട്ടിയ അവസരങ്ങൾ കോൺഗ്രസ് ഉപയോഗിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയില്ലാത്ത അദ്ദേഹത്തെ തള്ളിത്തള്ളി കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ എത്തിക്കുന്നത് ബുദ്ധിയല്ല എന്ന ഉപദേശം സ്വീകരിച്ച കോൺഗ്രസ് വ്യക്തിപരമായി എതിർപ്പ് അവസാനിപ്പിച്ചു. അങ്ങനെ അന്തരീക്ഷം ശാന്തമായിരിക്കെയാണ് സുരേഷ് ഗോപി എന്ന BJP-കാരന്റെ വരവ്. അദ്ദേഹം തൃശൂർ നഗരവികസനത്തിനായി മേയർ വഴി MP ഫണ്ട് നൽകി. പണം ആരുടേതായാലും വികസനം വരട്ടെ എന്ന മേയറുടെ ചിന്ത സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നതിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ മേയർ CPM പാളയത്തിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നു എന്നായി പ്രചരണം. അങ്ങനെ മേയർ MK വർഗീസിനെ തള്ളിത്തള്ളി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാക്കുന്നിടം വരെ എത്തിക്കുമെന്ന് ഉറപ്പാണ്. മേയറുടെ സുരേഷ് ഗോപി പ്രീണനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പരാജയപ്പെടുവാൻ കാരണം എന്ന CPI-കാരുടെ കണ്ടുപിടുത്തം ഇപ്പോൾ മേയർ രാജിവെക്കണമെന്നിടത്ത് എത്തി നിൽക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ രാഷ്ട്രീയക്കാരനായതിന്റെ കടുംപിടുത്തമൊക്കെ MK വർഗീസിനുണ്ട്. പറയുന്നത് വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുക എന്നതും ശരിയല്ലാത്ത ശുപാർശകൾക്ക് വഴങ്ങാത്തതും മേയർക്ക് LDF-ഉം UDF-ഉം ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. മേയറെ പുകച്ചു പുറത്തു ചാടിക്കുവാൻ ഇവർ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി MK വർഗീസ് എന്ന രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയക്കാരനെ BJP-യിൽ എത്തിക്കും. അങ്ങനെ സുരേഷ് ഗോപി വഴി MK വർഗീസ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. BJP-കാർ കൂടാതെ കുറെ കോൺഗ്രസുകാർ കൂടി പിന്തുണയ്ക്കുന്നതോടെ തൃശൂർ മണ്ഡലം അങ്ങനെ BJP-യുടെ കയ്യിലാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഞങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭമുണ്ടായി. അത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് തിരുത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പുറപ്പെടുവിച്ചു. എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നൊരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അനുചിതമായൊരു കാര്യമാണ്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPI-ക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട്. ആ കാര്യം വ്യക്തമാക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്രമന്ത്രി ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഒരു മേയറും ഭരണ സംവിധാനമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പിന്തുണയ്ക്കുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CPI-യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നത്. ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല, അത് അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു അംഗബലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായിരിക്കും അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു പരിമിതി ഉള്ളത്. അതല്ലാതെ ഇടതുപക്ഷ മുന്നണിക്കകത്ത് CPI-CPM തമ്മിലൊരു ഭിന്നതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, അത്തരം നിലപാട് ഇനി തുടർന്ന് ഇപ്പം ഞങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളിതിനു മുമ്പ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഞങ്ങളൊരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു. ആ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് വരുന്ന ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണം എന്ന കാര്യം അപ്പോൾ തീരുമാനിച്ച് അത് പറയും. ഞങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയം ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല.
ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതല്ലാതെ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളുടേതായിട്ടുള്ള ധാരണയുണ്ട്. ദേശീയപാതയിൽ മുടിക്കോട് അടിപ്പാതയുടെ പണികൾ നടക്കുന്ന ഭാഗത്ത് തൃശൂർ ഭാഗത്തെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു. ടൺ കണക്കിന് കരിങ്കല്ലുകളുമായി പോകുന്ന ടോറസ് ലോറികളുടെ ഭാരം താങ്ങാനുള്ള ശേഷി സർവീസ് റോഡുകൾക്കില്ലാത്തതുമൂലം റോഡിൽ വൻ കുഴികൾ രൂപപ്പെടുന്നു. ചെറുവാഹനങ്ങൾക്കൊന്നും ഈ കുഴി മറികടന്നു പോകുവാൻ പ്രയാസപ്പെടുകയാണ്. കാറുകളുടെ അടിവശം കുഴിയിലിറങ്ങി കയറുമ്പോൾ റോഡിൽ ഉരയുകയാണ്. അടിപ്പാത നിർമ്മിക്കും മുൻപ് വാഹനങ്ങൾ കടന്നു പോകുവാൻ യാതൊരു സംവിധാനങ്ങളും ദേശീയപാത അധികൃതർ ഒരുക്കിയിട്ടില്ല. ഹൈവേ പോലീസ് SI രാജേഷിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയെങ്കിലും വാഹനങ്ങൾ കടത്തിവിടുന്നത്. റോഡ് ഗതാഗത ബ്ലോക്ക് വന്നതോടെ ഇരുഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നുപോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. മുടിക്കോട് സെന്ററിൽ അടിപ്പാതയോ മേൽപ്പാലമോ വേണമെന്ന ജനങ്ങളുടെ വർഷങ്ങളായ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം അടിപ്പാത പണിയുവാൻ ആരംഭിച്ചു. നാട്ടുകാരോടുള്ള പ്രതികാരമായി ദേശീയപാത പകുതി വീതം പൊളിച്ചു പണിയുന്നതിന് പകരം മൊത്തം പൊളിച്ചുപണികൾ വളരെ സാവധാനം നടത്തുകയാണ്. 24 മണിക്കൂറും കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വാഹനങ്ങൾ നീങ്ങാൻ ഏതാനും ഹൈവേ പോലീസുകാർ മഴയത്ത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ഗതാഗത കുരുക്കിന് ശമനമില്ല. സർവീസ് റോഡിന് വീതി വളരെ കുറവാണ്. ഇതിലൂടെ 2-3 വരിയായിട്ടാണ് വാഹനങ്ങൾ കടന്നുവരുന്നത്. റോഡിലെ വലിയ കുഴികൾ അടയ്ക്കുവാൻ കരാറുകാരന്റെ 2-3 പണിക്കാർ മാത്രമാണ് സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അവരെ ഹൈവേ പോലീസും സഹായിക്കുന്നുണ്ട്. ഈ കഷ്ടപ്പാട് ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും ദുരിതം അവസാനിക്കുകയില്ല എന്ന് തോന്നുന്നു. ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി ജിജി ജോർജിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നടത്തിയ യോഗത്തിൽ ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷം വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. P. ബാലചന്ദ്രൻ MLA, VS സുനിൽകുമാർ, NR വിനോദ് കുമാർ, TR വിജയകുമാർ, PK ജലീൽ, സജീവ് മഞ്ഞില, ഷൈൻ തറയിൽ, ജോബി K. കുഞ്ഞാപ്പു എന്നിവർ അനുസ്മരിച്ചു. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവരുടെ അനുശോചന സന്ദേശം സോളി തോമസ് വായിച്ചു. തുടർന്ന് ചേംബർ ഓഫ് കോമേഴ്സ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചേംബർ ഓഫ് കോമേഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും പകരം വയ്ക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ചിലത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് കൂടുതൽ തരത്തിലേക്ക് പോകേണ്ടതില്ല എന്നെനിക്കറിയാം. ചെറിയ നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. ജിജിയുടെ കുടുംബത്തിന് മാത്രമല്ല ആ നഷ്ടം. ജിജിയേട്ടനെ ആശ്രയിച്ചും ജിജിയേട്ടന്റെ സഹായങ്ങളാൽ കരുത്തു പകർന്നും ജിജിയേട്ടന്റെ നേതൃത്വ പാഠത്തിൽ മാതൃഭൂമി മധുരം മലയാളം പദ്ധതിക്ക് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനും മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനുമായി മാതൃഭൂമി സ്കൂളുകളിൽ നടപ്പാക്കുന്ന മധുരം മലയാളം പദ്ധതിക്ക് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. സെഡാർ കമ്പനിയിലെ MD-ആയ അലോക് തോമസ് പോൾ, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് മാനേജർ മിരിയം ആൻഡ് ഫിലിപ്പ് തുടങ്ങിയവർ സ്കൂൾ പ്രിൻസിപ്പലിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ മേധ ബിനോയ് ഗോപാലിനെ മാതൃഭൂമി ദിനപത്രം കൈമാറി. മധുരം മലയാളം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷിനോ കളപ്പുരയ്ക്കൽ, വൈസ് പ്രിൻസിപ്പൽ ജിതിൻ ചക്കിമംഗലത്ത്, സ്കൂൾ കോർഡിനേറ്റർമാരായ അജിത സുരേഷ്, രേണു തോമസ്, ജോസ് ചാക്കോ, രാജേഷ് മേനോൻ, മാതൃഭൂമി സെയിൽസ് ഓർഗനൈസർ കല്യാണകൃഷ്ണൻ, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രിൻസിപ്പൽ ഷിനോബ് കളപ്പുരയ്ക്കൽ അധ്യക്ഷ പ്രസംഗം നടത്തി. മലയാളം അധ്യാപിക റോസ സ്വാഗത പ്രസംഗം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സെഡാർ കമ്പനിയിലെ MD-യുമായ അലോക് തോമസ് പോൾ മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചു. മാതൃഭൂമി സെയിൽസ് ഓർഗനൈസർ കല്യാണകൃഷ്ണൻ ആശംസകൾ നേർന്നു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മള് വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ PG ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റി, സർക്കാർ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. പ്രായപരിധി 2024 ജൂലൈ 1 50 വയസ്സ് കവിയരുത്. ബയോഡാറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖകളും ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാമവർമ്മപുരം ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജൂലൈ 12 വൈകിട്ട് 5-നകം ലഭ്യമാക്കണം. ജൂലൈ 19 രാവിലെ 10 അഭിമുഖം നടത്തും. ഫോൺ 0487-2939-19 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. PA ബാലൻ മാസ്റ്ററുടെ 3ാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം ജൂൺ 10 രാവിലെ 10 മണിക്ക് DCC ഓഫീസ് ഹാളിൽ നടത്തുമെന്ന് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണ സമ്മേളനം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷം വഹിക്കും. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP മുഖ്യപ്രഭാഷണം നടത്തും. മുൻ സ്പീക്കർ തെരമ്പി രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. MP-മാർ MLA-മാർ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ രവി പൂലുവളപ്പിൽ, KN ഗോവിന്ദൻകുട്ടി, ഷാജി ചിറ്റിലപ്പള്ളി, PK ബീന തുടങ്ങിയവർ പങ്കെടുത്തു. മൂർക്കനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഉദ്ഘാടനം ചെയ്തു. 50 വർഷമായ ബാങ്കിലെ അംഗങ്ങളെയും 20 വർഷമായി ബാങ്കുമായി ഇടപാട് നടത്തുന്ന കുടുംബശ്രീ സംഘങ്ങളെയും മികച്ച നേട്ടം കൈവരിച്ച നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS-നെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പ്രശസ്ത സിനിമാ താരം TG രവി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ബാങ്ക് പ്രസിഡന്റ് A ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ VP ശരത് പ്രസാദ്, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്,
CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി T ദിലീപ് കുമാർ, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ T ശ്രീകുമാർ, CC രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുരേഷ്, ജിനിത സുഭാഷ്, ബാങ്ക് സെക്രട്ടറി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ചോക്ലേറ്റ് ദിനത്തിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ചോക്ലേറ്റ് വിതരണം ചെയ്ത് അധ്യാപകൻ. ജൂലൈ 7 ലോക ചോക്ലേറ്റ് ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചോക്ലേറ്റ് മിഠായികൾ വിതരണം ചെയ്ത് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു രംഗത്തെത്തി. തൃശൂർ DBCLCയിൽ നടന്ന ചടങ്ങിൽ മതബോധന സെമിനാറിനെത്തിയ വിദ്യാർത്ഥികൾക്കാണ് മാസ്റ്റർ ചോക്ലേറ്റ് ദിനത്തിന്റെ ഭാഗമായി മിഠായികൾ വിതരണം ചെയ്തത്. ചോക്ലേറ്റ് ദിനാചരണം അതിരൂപത മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പോകുന്നിടങ്ങളിലെല്ലാം മധുരതരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ചോക്ലേറ്റ് ദിന സന്ദേശത്തിൽ ആമുഖമായി PJ സ്റ്റൈജു പറഞ്ഞു. അധ്യാപകരായ ഏൻറ്റോ പോൾ ചിറയത്ത്, റോവിൻ വർഗീസ്, അരുൺ റോയ്, നിനു ഏഞ്ചൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി പള്ളിയിൽ നടന്ന രക്ഷിതാക്കൾക്കുള്ള സെമിനാറിലും ചോക്ലേറ്റ് വിതരണം നടത്തി. മക്കൾക്ക് വേണ്ടി മധുരങ്ങൾ പോലെയുള്ളവ വർജിക്കുന്ന രക്ഷിതാക്കൾ ഈ ദിനത്തിലെങ്കിലും മധുരം സ്വീകരിക്കണമെന്ന ആമുഖത്തോടെയായിരുന്നു മാസ്റ്ററുടെ ചോക്ലേറ്റ് വിതരണം. 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസറാണ് PJ സ്റ്റൈജു. മണ്ണുത്തിപ്പുലരി വായന മാസം സമാപന ചടങ്ങിൽ CR ദാസിന്റെ 111 ബാലകവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ ശ്രീലത വർമ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് E നാരായണി അധ്യക്ഷം വഹിച്ചു. ഓസ്റ്റിൻ അജിത പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ബാലചന്ദ്രൻ ഇഷാര, ജോയ് എബ്രഹാം, ഷൈനിക്കുട്ടി, അജിത വർഗീസ്, ഡോക്ടർ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. സത്യനാഥ്, കോലടി നാരായണൻ, രഞ്ജിനി, ഡോക്ടർ ശ്രീകുമാർ, നമിത, ലളിതാംബിക, V മുരളി, ലിബി ജോസഫ്, VN മുരളി തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. പുലരി കൂട്ടുകാരുടെ കലാപരിപാടികളും ലഘുഭക്ഷണവും ഉണ്ടായി. എൻ്റെ 111 പ്രിയ കവിതകളുടെ പ്രകാശനം നടന്നിരിക്കുകയാണ്. അതുപോലെ 101 പ്രിയ കഥകളുടെയും അതുപോലെ തന്നെ 101 കാക്ക കവിതകളുടെയും പ്രകാശനം നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ഈ കവിതകൾ ലോകത്തിലെ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതാരംഭിക്കുന്നത് ലോകത്തിൻ്റെ മാറ്റങ്ങൾ കുറിക്കുന്ന 40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ചലനം ചലനം പ്രപഞ്ച സത്യം മാനവനിതു കേട്ടുണരട്ടെ ഉണരട്ടെ ഉണരട്ടെ പ്രപഞ്ചമാകെയുണരട്ടെ എന്ന കവിതയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ പാഠപുസ്തകത്തിൽ കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തുപിടിച്ചോളിൻ ഒന്നായി നിന്നോളിൻ ഓലഞ്ഞാലി കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ. ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് ഒരു താളബോധം ഉണ്ടാക്കാൻ നല്ല കവിതകൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് കഥകൾ. ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കും. വായിച്ചു വായിച്ചു വളരണം കൂട്ടരെ വാനോളം എത്തുവാൻ കൂട്ടുകാരെ എന്ന് ഞാൻ കുട്ടികൾക്ക് പാടിക്കൊടുക്കാറുണ്ട്. അവിടെയും ഒരു കാര്യമുണ്ട്, അച്ഛനമ്മമാർ മനസ്സിലാക്കണം, അറിവിൻ്റെ കേദാരഭൂവിൽ വിളയുന്ന കനിയാണ് ജീവിതം കൂട്ടുകാരെ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കവിതകളിൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊച്ചത്താളക്രമമുള്ള കവിതകൾ നൽകേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് നിരന്തരമായി പാടിക്കൊടുത്ത പാട്ടുകൾ. ഉദാഹരണം, പൂന്തോട്ടം. എന്തൊരു ചന്തം പൂന്തോട്ടം, ചേട്ടൻ നട്ടൊരു പൂന്തോട്ടം, ചേച്ചി നനയ്ക്കും പൂന്തോട്ടം, എത്ര മനോഹരമിത്തോട്ടം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഉള്ളൂർ എസ് പരമേശ്വരർ കാക്കേ കാക്കേ കൂടവിടെ എന്ന് എഴുതിയതുപോലെ ചുറ്റും കാണുന്ന പ്രകൃതി, ചുറ്റും കാണുന്ന ജീവിതം, ചുറ്റും കാണുന്ന മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ, ഇവരെയൊക്കെ തന്നെ ആധാരമാക്കിക്കൊണ്ട് എഴുതുമ്പോൾ, പ്രകൃതിയെ ആധാരമാക്കിക്കൊണ്ട് എഴുതുമ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ താളബോധത്തെ, സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹായമാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ എൻ്റെ 111 അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്തതാണ്. ആരും 111 ചെയ്യാറില്ല, 101 ചെയ്യാറുള്ളൂ.
111 ഈ കവിതകൾ, അതും പ്രിയ കവിതകൾ. ഞാൻ എഴുതിയ 300-ലധികം കവിതകളിൽ തിരഞ്ഞെടുത്ത 111 പ്രിയ കവിതകൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് മാത്രമല്ല, ലോകത്തിലെ കുട്ടികൾക്ക്. ഉദാഹരണത്തിന് ഹിന്ദിയിൽ ഞാൻ ബോലോ ഹം ഏകേ ബോലോ ഹം ഏകേ, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പാടാം നമ്മളൊന്ന് അണയുന്ന മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പാടാനായിട്ട് കഴിയും. മറ്റ് ജനങ്ങളോട്, കുട്ടികളുടെ അടുത്ത് ഞാൻ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ വി ആർ വൺ, വി ആർ വൺ, വി ആർ വൺ എന്നും പാടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നീലാകാശത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഞാൻ നല്ല കവിതകൾ, കുട്ടികൾക്കായി ചെറിയ കവിതകൾ, അത് മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കുട്ടി വായിക്കുമ്പോൾ അത് പാടുന്നതിൻ്റെ ഒപ്പം തന്നെ കാഴ്ചകളുടെ അത്ഭുത ലോകത്തിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. കിലോ കടത്ത് കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിൽ. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ നിർദ്ദേശാനുസരണം മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി വിശ്വജിത് മൊഡാൽ എന്നയാൾ ഏകദേശം 2 കിലോയ്ക്കടുത്ത് കഞ്ചാവുമായി മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സംഗീത്, പ്രിൻസിപ്പൽ SI ശരത് സോമൻ, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ശാന്താറാം, സീനിയർ CPO പ്രശാന്ത് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ SI ഗോപാലൻ, സീനിയർ CPO അഖിൽ വിഷ്ണു, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ് ആന്റണി, അനിൽകുമാർ, വിപിൻ ദാസ് തുടങ്ങിയവരുടെ രഹസ്യാന്വേഷണവും പ്രതിയെ പിടികൂടുന്നതിന് സഹായകരമായി. തൃശൂർ നഗരത്തിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം മാസ് എൻട്രിയിലൂടെ പൊളിച്ച് പോലീസ്. കാപ്പായ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പുത്തൂർ സ്വദേശി തീക്കാറ്റ് സാജൻ എന്ന സാജന്റെ രംഗണ്ണൻ സ്റ്റൈൽ പിറന്നാൾ ആഘോഷമാണ് സംഘടിപ്പിച്ചത്. തൃശൂർ നഗരമധ്യത്തിൽ പിറന്നാൾ ആഘോഷം നടത്താനുള്ള നീക്കം രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പൊളിച്ചു. ഞായറാഴ്ച വൈകിട്ട് തേക്കിങ്ങേട് മൈതാനത്ത് പിറന്നാൾ ആഘോഷം നടത്തുവാനുള്ള ശ്രമമാണ് തൃശൂർ സിറ്റി പോലീസ് ഷാഡോ സംഘവും ഈസ്റ്റ് പോലീസും ചേർന്ന് പൊളിച്ചത്. കേക്കുമായി കാത്തിരുന്ന സംഘത്തെയും കുട്ടി ഫാൻസിനെയും 4 ജീപ്പുകളിലായെത്തിയ പോലീസ് സംഘം വളഞ്ഞു പിടികൂടുകയായിരുന്നു. 32 പേരാണ് തേക്കിൻകാടിലെ വടക്കേ ഭാഗത്ത് ഒത്തുകൂടിയത്. ഇവരിൽ 17 പേരും പ്രായപൂർത്തിയാകാത്തവർ. പോലീസ് പരിപാടി പൊളിച്ചതറിഞ്ഞതോടെ നേതാവ് മുങ്ങി. പിടിയിലായ പ്രായപൂർത്തിയാകാത്ത 17 പേരെയും രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി വിട്ടയച്ചു. ബാക്കി 15 പേരുടെ പേരിൽ കേസെടുത്തു. തിരിച്ചെത്താമരുടെ വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. അമല ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡിന് ആരോഗ്യരംഗത്തെ മികച്ച സേവനം നടത്തുന്നവർ ജൂലൈ 31 മുമ്പ് അപേക്ഷിക്കണമെന്ന് ഫാദർ ജൂലിയസ് അറക്കൽ CMI വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർമാർക്ക് 1 ലക്ഷം രൂപയും നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർക്ക് 50,000 രൂപയുമാണ് അവാർഡ്. ഓഗസ്റ്റ് 17 അമലയിൽ നടക്കുന്ന ഫൗണ്ടേഷൻ ഡേ ചടങ്ങിൽ അവാർഡുകൾ നൽകും. വാർത്താസമ്മേളനത്തിൽ ഫാദർ ആന്റണി മണ്ണമൽ, ബോർജിയോ ലൂയിസ്, ജോസഫ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു.
ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സെന്റ് മേരീസ് കപ്പേളയ്ക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി മലയാണ്ടിപ്പട്ടണം സ്വദേശി മയിലാടും തുറൈ വീട്ടിൽ 29 വയസ്സുള്ള കറുപ്പുസ്വാമിയാണ് മരിച്ചത്. ഞായറാഴ്ചയായിരുന്നു അപകടം. എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കുവാൻ ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതോടെ നിയന്ത്രണം തെറ്റി ഇയാൾ റോഡിൽ തലയടിച്ച് വീഴുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്രിസ്റ്റഫർ നഗറിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിലെ തൊഴിലാളിയാണ് ഇയാൾ. അമ്മ സുന്ദരി, ഭാര്യ രാജേശ്വരി, മക്കൾ അനഘ, കീർത്തന എന്നിവരാണ്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിലെ ഉദ്യോഗസ്ഥർക്കുള്ള ജില്ലാതല ശില്പശാല തൃശൂർ കിലയിൽ ആരംഭിച്ചു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. ചെയർമാൻസ് ചേംബർ ചെയർമാൻ MK കൃഷ്ണദാസ്, തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ്, കില ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, കില അർബൻ ഫെല്ലോ ഡോക്ടർ K രാജേഷ്, അർബൻ ചെയർ അജിത കാളിയത്ത്, കോർഡിനേറ്റർ KB ബാബുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാതല സ്കോർ കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് അവതരിപ്പിച്ചു. ജില്ലയിൽ 2024-25 ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ അവതരണം ഡോക്ടർ K രാജേഷ് നടത്തി. ജില്ലാ കോർഡിനേറ്റർ KB ബാബുകുമാർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ് തുടങ്ങിയവർ മികച്ച മാതൃകകളുടെ അവതരണം നടത്തി. ശേഷം ജൈവം അജൈവം, എൻഫോഴ്സ്മെന്റ്, IEC, ഹരിതകർമ്മസേന എന്നീ വിഷയങ്ങളിൽ ഗ്രൂപ്പ് ചർച്ചയും അവതരണവും നടന്നു. ശില്പശാലയുടെ 2ാം ദിവസം വിവിധ ഫണ്ട് സ്രോതസ്സുകളെക്കുറിച്ച് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, KSWMP ഡെപ്യൂട്ടി പ്രൊജക്ട് കോർഡിനേറ്റർ അരുണ വിൻസെന്റ് തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. ഹരിതമിത്രം പദ്ധതിയെക്കുറിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് അവതരിപ്പിക്കും. നഗരസഭാതല ചർച്ചയും കർമ്മ പദ്ധതിയും തയ്യാറാക്കും. പുന്നംപറമ്പ് മച്ചാട് വിദ്വാൻ ഇളയത്ത് സ്മാരക വായനശാലയിൽ നടന്നുവന്നിരുന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം വാർഡ് മെമ്പർ K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. PK രവീന്ദ്രൻ, PK ജയറാം തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. MN കൃഷ്ണൻകുട്ടി, ജോണി ചിറ്റിലപ്പള്ളി, MN ശശികുമാർ, T പ്രകാശ്, ഉഷ, ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ന് ഓരോ ദിവസത്തെയും ആളുകളെ കുറിച്ച്, ആ പ്രമുഖരായ വ്യക്തികളെ കുറിച്ച് ആ ഗൂഗിളിൽ തിരഞ്ഞ് എന്താണ് അവരെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ വന്ന് പെടാറില്ല. വളരെ പുറമെ കിട്ടുന്ന ഈ ലഭിച്ച അവസരം നമുക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കാരം. അന്തരിച്ച മണ്ണത്ത് വേണുഗോപാലിന്റെ സഹധർമ്മിണി ശ്രീമതി ലതാ വേണുഗോപാൽ നിര്യാതയായി. സുരക്ഷിത സ്കൂളിന്റെ സ്ഥാപകയും ഹരിശ്രീ വിദ്യാനിധി സ്കൂളിന്റെ സെക്രട്ടറിയുമായിരുന്നു. ശവസംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30. വേണുവേട്ടൻ തിരുവമ്പാടി ദേവസ്വം ഭരണസമിതി അംഗവും നിരവധി വർഷം തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ചുമതലക്കാരനുമായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടിക്കത്തറ പഞ്ചായത്തിലെ കാട്ടാന ശല്യം സംബന്ധിച്ച് മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ മാടിക്കത്തറ പഞ്ചായത്ത് അധികൃതർ തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചർച്ച നടത്തി. സംസ്ഥാനത്തെ റേഷൻ കടകൾ ജൂൺ 8-നും 9-നും അടച്ചിട്ട് സമരം നടത്തുന്നു. UDF-ഉം LDF-ഉം തൃശൂർ മേയർ MK വർഗീസിനെ ഉന്തിയും തള്ളിയും BJP-യിലെത്തിക്കുവാൻ സാധ്യതയേറുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ BJP സ്ഥാനാർത്ഥിയാകും. ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി ജിജി ജോർജിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം. മന്ത്രി K രാജൻ അനുശോചിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.